Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Evaluate double integral r y dx dy, where r is the region bounded by the parabolas y square equal to 4x and x square equal to 4y. ഇത് ഡിസംബർ 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ y dx dy, എക്സിന്റെയും വൈയുടെയും ലിമിറ്റുകൾ കിട്ടുന്നു എന്നാൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. അതിന് തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് രണ്ട് പരാബോളാണ്. ഇത് എക്സ് എക്സ് ഡാഷ്, ഇത് വൈ വൈ ഡാഷ്. എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ്. വൈ സ്ക്വയർ ഈക്വൽ ടു 4x. വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്നുള്ള പരാബോള എങ്ങനെയായിരിക്കും? സിമെട്രിക് അബൌട്ട് ദി പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദി എക്സ് ആക്സിസ്. പരാബോള എങ്ങനെയാണ്? സിമെട്രിക് അബൌട്ട് ദി posterior side of the x-axis. പരാബോളയ്ക്ക് പേര് കൊടുത്തു. പരാബോള എന്താണ്? y square equal to 4. x square equal to 4y. x square equal to 4y എന്നുള്ള പരാബോള എങ്ങനെയാണ്? സിമെട്രിക് അബൌട്ട് ദി posterior side of the y axis. പരാബോള വരട്ടെ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. x square is equal to 4y. ഇത് അങ്ങോട്ട് മാറിപ്പോകും. അപ്പൊ നമ്മൾ പരാബോള വരച്ചു, രണ്ട് പരാബോള y square equal to 4x ഉം x square equal to 4y ഉം. y square equal to 4x എന്നാണ് സിമെട്രിക് അബൌട്ട് posterior side of the x axis. ഈ പരാബോള എങ്ങനെയാണ്? posterior side of the y axis. ഈ രണ്ട് പരാബോള കൂടി ബോണ്ട് ചെയ്യുന്ന ഏരിയ ഇതാണ്. ഇതിന്റെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ചെയ്യേണ്ടത് dx dy യിലാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എക്സിന്റെ ലിമിറ്റ് ആണ് എഴുതേണ്ടത്, രണ്ടാമത് വൈയുടെ ലിമിറ്റ്. എക്സിന്റെ ലിമിറ്റ് എഴുതാനായിട്ട് നമ്മൾ ഈ റീജിയനിൽ ഒരു സ്ട്രിപ്പ് വരും. ആ സ്ട്രിപ്പ് വരുമ്പോൾ ലെഫ്റ്റിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? y square equal to 4x എന്നുള്ള പരാബോളയാണ്. അപ്പൊ അതിൽ x എന്തായിരിക്കും? x is equal to y square by 4. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്ത് കിട്ടി നമുക്ക്? എക്സിന്റെ ലോവർ ലിമിറ്റ് y square by 4. ഇനി ഇത് റൈറ്റിൽ ടച്ച് ചെയ്യുന്നത് ഈ പരാബോളയിലാണ്. ഈ പരാബോളയിൽ x എന്താണ്? x square is equal to 4y ആണ്. അപ്പൊ x എന്തായിരിക്കും? 2√y. അപ്പൊ 2√y. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് കിട്ടി, എക്സിന്റെ അപ്പർ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈയുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടുപിടിക്കണം. ഇത് ഈ പോയിന്റ് നമുക്കറിയാം എന്താണ്? 0 0 ആണ്. ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കും, രണ്ട് പരാബോളകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ആ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് x സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 4y ആണ്. ഈ y എന്ന് പറഞ്ഞാൽ എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 4x ആണ് അല്ലെ? y സ്ക്വയർ ഈക്വൽ ടു 4x ആണെങ്കിൽ y സമം എത്രയായിരിക്കും? y സമം 4 into 2√x ആയിരിക്കും. അപ്പൊ x സ്ക്വയർ സമം എത്ര കിട്ടി? 4x സ്ക്വയർ ഈസ് ഈക്വൽ ടു 8√x. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? x raised to 4 is equal to 64x എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to 4 minus 64x is equal to 0. x നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ x cube minus 64 is equal to 0 വരും. അപ്പൊ x is equal to 0 വരും. x cube equal to 64 ആണെങ്കിൽ x എത്രയായിരിക്കും? 4. അപ്പൊ x ന്റെ വാല്യൂസ് എന്ത് കിട്ടി നമുക്ക്? 0 ഉം 4 കിട്ടി. x 0 ആവുമ്പോൾ y എന്തായിരിക്കും? x 0 ആവുമ്പോൾ y എന്ന് പറഞ്ഞാൽ x square equal to 4y നെ കൊടുത്താൽ x 0 ആവുമ്പോൾ y സമം 0. അപ്പോ 0 0 ആദ്യത്തെ പോയിന്റ്. x 4 ആവുമ്പോൾ y സ്ക്വയർ എന്തായിരിക്കും? 16 ആയിരിക്കും. അപ്പൊ y എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 4. അപ്പൊ അത് പോസിറ്റീവ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് പ്ലസ് 4 എടുത്തു. അപ്പൊ ഈ ഒരു പോയിന്റ് എന്താണ്? 4. അങ്ങനെ ഈ പോയിന്റ് കണ്ടു. അപ്പൊ ഇവിടെ നമ്മുടെ ഈ വൈയുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് y വേരീസ് ഫ്രം 0 ആക്സിസിലെ. ഇവിടെ നമ്മളൊരു ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ 0, ഈ പോയിന്റ് എന്തായിരിക്കും? 0. അപ്പൊ y വേരീസ് ഫ്രം 0 to 4. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റ് വിൽ ബി 0, അപ്പർ ലിമിറ്റ് വിൽ ബി 4. നമുക്ക് എക്സിന്റെയും വൈയുടെയും ലിമിറ്റുകളെല്ലാം കിട്ടി. അപ്പൊ ആദ്യം നമ്മൾ പടം വരച്ചു. ആ പടം വരച്ചിട്ട് ആ പടത്തിൽ നിന്ന് നമ്മൾ എക്സിന്റെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്ട്രിപ്പ് വരച്ചു. ആ സ്ട്രിപ്പ് പാരലൽ ടു എക്സ് ആക്സിന് പാരലായിട്ട് നമ്മൾ ആ റീജിയനിൽ പടം വരച്ചു, സ്ട്രിപ്പ് വരച്ചു. അത് ലെഫ്റ്റ് ടച്ച് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ പരാബോളയിലാണ്. ആ പരാബോളയുടെ പേരെന്താണ്? y square equal to 4x ആണ്. അപ്പൊ x എന്തായിരിക്കും? y square by 4. റൈറ്റ് ടച്ച് ചെയ്യുന്ന എവിടെയാണ്? x square equal to 4y എന്നുള്ള പരാബോളയാണ്. അപ്പൊ x ന്റെ അപ്പർ ലിമിറ്റ് എന്തായിരിക്കും?
ഇതുപോലെ വൈഡ് ലോവർ ലിമിറ്റ് എന്താണ്? ഇത് രണ്ടോട് സോൾവ് ചെയ്യും. 0 0 എന്ന പോയിന്റ്, മറ്റത് 4 4 എന്ന പോയിന്റ്, 0 8 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അത് നമുക്ക് 0 to 4 ആദ്യം നമ്മൾ y dx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ y കോൺസ്റ്റന്റ് ആണ്, yx. ലോവർ ലിമിറ്റ് എന്താണ്? y²/4. അപ്പർ ലിമിറ്റ് എന്താണ്? 2y. ഇത് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to 4 y ഇൻറ്റു ഈ എക്സിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? 2√y കൊടുക്കാം. അപ്പോൾ 2√y മൈനസ് ഇവിടെ നമുക്ക് കൊടുക്കണം y²/4. നമ്മൾ മൊത്തം വൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇന്റഗ്രൽ 0 to 4 2y√2y മൈനസ് y³/4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2y√2y. ഇത് നമുക്കിത് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇന്റഗ്രൽ 0 to 4 2y√y. √y എന്ന് പറഞ്ഞാൽ എന്താണ്? y⁻². ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. 2y ഇൻറ്റു y⁻² മൈനസ് y³/4. എല്ലാ സ്റ്റെപ്പ് എഴുതി പോവാം. ഇന്റഗ്രൽ 0 to 4 2 ഇൻറ്റു y, ഇവിടെ വൈയുടെ മുകളിൽ എന്തുണ്ട്? 1 ഉണ്ട്. 1 + 1/2 രണ്ടും, അപ്പോൾ 3/2 2y⁻³ മൈനസ് y³/4. ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു y⁻³ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് x⁻n dx എന്താണ്? x⁻n+1/n+1. y⁻³ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y⁻³ + 1 ഡിവൈഡഡ് ബൈ 3/2 + 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y⁻² + 1 ആണ് 5/2. ഇവിടെ എന്ത് കിട്ടും? 5 മൈനസ് y³/4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 y⁻4/4. ലോവർ ലിമിറ്റ് എന്താണ്? 0, അപ്പർ ലിമിറ്റ് 4. ദാറ്റ് ഈസ് ഈ 2 മോളിലോട്ട് കഴിക്കുമ്പോൾ 4/5 y⁻5/2 മൈനസ് 1/16 y⁻4. ലിമിറ്റ് എന്താണ്? 0 to 4. ഇത് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 4/5 ഇൻറ്റു y നമ്മൾ എന്ത് കൊടുക്കുന്നു? 4 കൊടുക്കാം. 4 നമുക്ക് എങ്ങനെ എഴുതാം? 2² 2² whole raised to 5/2 minus 1/16 y നമ്മൾ 4 എടുക്കുമ്പോൾ 4/4. അപ്പർ ലിമിറ്റ് കൊടുക്കും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ലോവർ ലിമിറ്റ് 2 ടേബിൾ 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് ആവശ്യമില്ല. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കി 4/5 ഇൻറ്റു 2² whole raised to 5/2. 2² whole raised to 5/2 2 ക്യാൻസൽ ആവും. അപ്പോൾ 2/5 മൈനസ് ഇവിടെ 1/16 എന്നുള്ള എന്താണ്? 1/4² ഇൻറ്റു 4/4 ആണ്. അപ്പോ 4/5 ഇൻറ്റു ഇവിടെ നമുക്ക് 2/5 32 വരും. 1/ ഈ 4² ക്യാൻസൽ ആവും. ബാക്കി എന്തെങ്കിലും ഇവിടെ 4² 16. ഇനി ഇവിടെ നോക്കാം. ഇവിടെ 4 8 4 12 128 ഡിവൈഡ് ബൈ 5 മൈനസ് 60. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 128 മൈനസ് 5 30 5 5 3 80 ബൈ 5. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 48/5. ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 48/5. അപ്പൊ അത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റുകൾ തന്നിട്ടില്ല, അതിനുള്ള കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. ബൗണ്ടഡ് ബൈ ദ പരാബോള. 2 പരാബോളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 2 പരാബോള നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. y² 4x എന്നുള്ള പരാബോള സിമെട്രിക് അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി x ആക്സിസ്. x² 4 എന്നുള്ള പരാബോള സിമെട്രിക് അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. ആ 2 പരാബോള വരച്ചപ്പോൾ അതിന് കോമൺ റേഞ്ച് കിട്ടി. ആ കോമൺ റേഞ്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യും. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എക്സിന്റെ ലിമിറ്റ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത്. എക്സിന്റെ ലിമിറ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്ട്രിപ്പ് വരച്ചു. എങ്ങനെ വരച്ചു? നമ്മുടെ റീജിയനിൽ നമ്മൾ കണ്ടുപിടിച്ച റീജിയനിൽ
ഒരു സ്ട്രിപ്പ് വരച്ചു പാരലൽ ടു എക്സ് ആക്സിസ്. അത് ലെഫ്റ്റ് ടച്ച് ചെയ്യുന്ന എവിടെയാന്ന് നോക്കി റൈറ്റ് ടച്ച് ചെയ്യണം. അങ്ങനെ നമുക്ക് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. ഇനി ഇതുപോലെ തന്നെ വൈഡ് ലിമിറ്റ് കിട്ടാനായിട്ട് രണ്ടും കൂടി സോൾവ് ചെയ്ത് 2 പോയിന്റ് കിട്ടി 0 0 4 4. വൈ വേരീസ് ഫ്രം ആക്സിസിൽ വൈ വേരി ഫ്രം വൈ ആക്സിസ് 0 മുതൽ 4 വരെ വൈഡ് ലിമിറ്റ്. അതിനുശേഷം നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് എല്ലാം ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 48/5 എന്നുള്ള നല്ലൊരു ആൻസറിലേക്ക് എത്തിച്ചു. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഇത് ഏത് വർഷം ചോദിച്ചതാണ്? ഡിസംബർ 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QUESTION ചോദിച്ചതാണ് കേട്ടോ.